ആസ് എ സെയിൽസ്മാൻ യു മസ്റ്റ് ക്രിയേറ്റ് വാല്യൂ കൺസിസ്റ്റൻ്റ്. എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ചില സമയത്ത് കോൺഫിഡൻസ് കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് എൻ്റെ കോളിൽ അയാൾക്കൊരു കോൺഫിഡൻസ് കിട്ടി, നെക്സ്റ്റ് കോളിൽ പുതിയ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടി വരും, നെക്സ്റ്റ് കോളിൽ അപ്ഡേഷൻസ് കൊടുക്കേണ്ടി വരും. വാല്യൂ ക്രിയേഷൻ 3 രീതിയിലാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു, ഡയറക്ഷൻ കൊടുക്കുന്നു, ഒരാൾക്ക് പുതിയ കഴിവുകൾ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ ടീമിൽ ഒരാൾ വന്നു, അയാൾക്ക് ഞാൻ ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ അയാൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഞാൻ അവനോട് പറയണം, ഞാനൊരു ട്രെയിനിങ് കൊടുത്തു, ഞാൻ കോൾ വിളിക്കുന്നത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറയണം, നീ വിളിക്കടാ, തെറ്റായാലും കുഴപ്പമില്ല, കൂടി വന്നാൽ എന്താ ഉണ്ടാവുക, കസ്റ്റമർ വരില്ല, അത്രയേ ഉള്ളൂ, ട്രൈ മാൻ. അവന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ കൂടെ ഇയാളുണ്ട്, കോൺഫിഡൻസ് കിട്ടി, റിസൾട്ട്, അയാൾ എന്നെ മറക്കില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഞങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കുന്നു. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നീ ഈ വഴിക്ക് പോയി ശരിയാവില്ല, ഇന്ന വഴിക്ക് പോകും, ഡയറക്ഷൻ കൊടുക്കുന്നു. അയാൾ ആ വഴിക്ക് പോയി റിസൾട്ട് കിട്ടുമ്പോൾ അയാളുടെ ലൈഫിൽ നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ, കേപ്പബിലിറ്റി, പുതിയ കഴിവുകൾ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ പബ്ലിക് സ്പീക്കർ ആക്കാൻ ഒരാൾ ഹെൽപ്പ് ചെയ്തു. അയാൾ ആ പബ്ലിക് സ്പീക്കിംഗ് കാരണം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലെത്തി. നിങ്ങൾ അയാളെ മറക്കില്ലേ? അയാൾ നിങ്ങളുടെ ലൈഫിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ലൈഫിൽ കുറേ പേര് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരൊന്നും നമ്മൾ മറക്കാറില്ല. ചിലപ്പോൾ ഇമോഷണൽ സപ്പോർട്ടായിരിക്കും, ചിലപ്പോൾ പുതിയ നോളജ് ആയിരിക്കും, ചിലപ്പോൾ ഡയറക്ഷൻ ആയിരിക്കും. ഇതൊക്കെ വാല്യൂ ക്രിയേഷനിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുമ്പോൾ സെയിൽസിൽ എപ്പോഴും നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.